ശ്രീ രാജേന്ദ്രൻ സർ. ഇദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ 1984 ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തു. 18 വർഷക്കാലത്തെ സേവനത്തിന് ശേഷം സ്വദേശത്തേക്ക് മടങ്ങി. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 3 ജനറേഷൻ ഇന്ത്യൻ ഫോഴ്സിനെ സേർവ് ചെയ്തു. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ലേറ്റ് ശ്രീ MC ബാലകൃഷ്ണൻ നായർ ഇന്ത്യൻ എയർഫോഴ്സിനെ നീണ്ട 35 വർഷക്കാലം സേവിച്ചു. ഇദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ലേറ്റ് ശ്രീ കുഞ്ചു നമ്പ്യാർ ആർമിയെ സേവിച്ചു. ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തു. അങ്ങനെ 3 തലമുറകൾ വ്യത്യസ്ത ഫോഴ്സിനെ സേവിക്കുവാൻ സാധിച്ചു എന്ന അപൂർവ നേട്ടം കൂടി ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവകാശപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചു. ശ്രീ രാജേന്ദ്രൻ സർ 2006 ജനുവരി 1 AM മോട്ടോഴ്സിൽ ജോയിൻ ചെയ്തു. ഇദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവവും ലീഡർഷിപ്പ് സ്കില്ലും AM മോട്ടോഴ്സിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. മലപ്പുറം ജില്ല കൂടാതെ പാലക്കാട്, കാലിക്കറ്റ്, തൃശൂർ എന്നിവിടങ്ങളിലും നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്തു. പ്രതിമാസം 1000 കാറുകൾ വിൽപ്പന നടത്താനും 12 വർഷം തുടർച്ചയായി മാരുതി സുസുക്കിയുടെ അഭിമാന നേട്ടമായ റോയൽ പ്ലാറ്റിനം ഡീലർ ആയി AM മോട്ടോഴ്സിനെ മാറ്റിയെടുക്കാനും സാധിച്ചു. 205 ആൾട്ടോ 800 കാറുകൾ ഒരു ദിവസം കസ്റ്റമേഴ്സിന് കൈമാറി AM മോട്ടോഴ്സിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടുകയുണ്ടായി. മാരുതി സുസുക്കിയുടെ കേരളത്തിലെ ആദ്യത്തെ നെക്സ ഡീലർഷിപ്പ് AM മോട്ടോഴ്സിലൂടെ കാലിക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇക്കാലയളവിൽ AM മോട്ടോഴ്സിനെ തേടി 34 നാഷണൽ അവാർഡുകളും 128 സംസ്ഥാന അവാർഡുകളും എത്തുകയുണ്ടായി. ഈ അച്ചീവ്മെന്റ്സിൽ ഒക്കെ ശ്രീ രാജേന്ദ്രൻ എന്ന നേവി ഓഫീസറുടെ കണിശതയും കൃത്യനിഷ്ഠയും AM മോട്ടോഴ്സിന്റെ അമരക്കാരൻ എന്ന ലീഡറുടെ ഇൻവോൾവ്മെന്റും വ്യക്തമായി കാണാവുന്നതാണ്. നമുക്ക് അഭിമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം ശ്രീ രാജേന്ദ്രൻ സാറിനെ ഇവാ 6ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. നമസ്കാരം സർ, ഇവാ 6ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സർ. Thank you for having me. It's a privilege, Rajesh. സാറിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സ്വന്തം സ്ഥലം ഒന്ന് വിശദീകരിക്കാമോ സർ? എവിടെയാണ് സാറിന്റെ? തീർച്ചയായിട്ടും രാജേഷ്, ഐ ബിലോങ് ടു മലപ്പുറം. ഞാൻ അച്ഛനും അമ്മയും രണ്ടുപേരും മലപ്പുറത്തു നിന്നാണ് ഹെയിൽ ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ ഡിഫൻസ് സർവീസിലായിരുന്നു, എയർഫോഴ്സിലായിരുന്നു സെർവ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ സർവീസിൽ മെജോറിറ്റി ഓഫ് ദി സർവീസ് ഫാമിലി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ കൂടുതലും നോർത്ത് ഇന്ത്യയിൽ ആണ് ഉണ്ടായിരുന്നത്. അച്ഛൻ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മലപ്പുറത്തല്ല, ഞാൻ പഠിച്ചതും വളർന്നതും പഠിച്ചതും മലപ്പുറത്തല്ല. അഫ്കോഴ്സ് ഇപ്പോൾ ഈ ഒരു പുതിയ കരിയറിൽ ഇപ്പോൾ ഞാൻ AM മോട്ടോഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് മലപ്പുറത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ താമസിക്കുന്നത്, ഞാൻ ഒറിജിനലി മലപ്പുറത്താണെന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് ഒരു 10 കിലോമീറ്റേഴ്സ് വിട്ടിട്ട് നിയർ കോട്ടയ്ക്കൽ ചേങ്ങോട്ടൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ. എൻ്റെ വൈഫ് ഷീജ, ഷീസ് എ സ്കൂൾ ടീച്ചർ, അവരൊരു ഹിന്ദി ടീച്ചറാണ്. എനിക്കൊരു മോളാണുള്ളത്. അവള് ഷീസ് എ എഞ്ചിനീയർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസന്റ്ലി എംപ്ലോയിഡ് വിത്ത് ഇൻഫോസിസ് ബാംഗ്ലൂർ. അവള് മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ഷീ ഈസ് മാരീഡ് ടു രാഹുൽ ദാസ്, ഹു ഈസ് വർക്കിംഗ് ആസ് എ നെറ്റ്വർക്ക് അനലിസ്റ്റ് ഇൻ ഒറാക്കിൾ. അവരുടെ വീട് കോട്ടയ്ക്കലാണ്. പിന്നെ അച്ഛൻ മരിച്ചുപോയി 2018. അമ്മ എൻ്റെ കൂടെ ഇവിടെ ചേങ്ങോട്ടൂർ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്നു. അമ്മയുടെ പേര് രമാദേവി. ഓക്കെ സർ. സാറിന്റെ വിദ്യാഭ്യാസമൊക്കെ പുറത്ത് തന്നെ ആയിരുന്നു അല്ലേ സർ? അതെ, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്കൂളിംഗ് തൊട്ടിട്ട് അച്ഛൻ്റെ കൂടെ ആയിരുന്നു. ഐ സ്റ്റാർട്ടഡ് ഇൻ പൂനെ. അച്ഛൻ അന്ന് പൂനെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് UP 2 സ്ഥലത്ത്, കാൺപൂർ ആൻഡ് അലഹാബാദ്. അത് കഴിഞ്ഞിട്ട് ഗുജറാത്തിലെ ജാംനഗർ എന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ സ്കൂളിംഗ് കഴിഞ്ഞത്. ഓക്കെ. പിന്നെ നേവിയിൽ ഞാൻ ഐ ജോയിൻഡ് അറ്റ് എ വെരി യങ് ഏജ് ഓഫ് ജസ്റ്റ് അറൌണ്ട് 17. സോ ഐ വാസ് ജസ്റ്റ് 17 years and 3 months when I joined Navy. സോ ജാംനഗറിൽ അച്ഛൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നാണ് നേവിയിൽ സെലക്ഷൻ കിട്ടിയിട്ട്. ഏത് വർഷമാണ് സാർ വർഷം ഓർമ്മിക്കുന്നത്? യെസ്, ദാറ്റ് വാസ് 1984. ഞാൻ 1983 എൻ്റെ 10th കഴിഞ്ഞു.
ആൻഡ് 11th പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാം ആണത് ഇന്ത്യൻ നേവിയിൽ ആർട്ടിഫൈസർ അപ്രന്റീസ് എന്ന് പറഞ്ഞൊരു എൻട്രിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആൻഡ് ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയത് പൂനെക്ക് അടുത്ത് ലോണാവല എന്ന് പറഞ്ഞൊരു ഹിൽ സ്റ്റേഷനിൽ. അവിടെ INS ശിവാജി എന്ന് പറഞ്ഞൊരു നേവൽ ബേസിലാണ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് 2 വർഷം ചെയ്തത്. പിന്നീട് ഞാൻ ഏവിയേഷൻ ബ്രാഞ്ചിൽ സെലക്ഷൻ ആയിട്ട് നേവൽ ഏവിയേഷനിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ഫർദർ 2 years ട്രെയിനിങ്ങിന് ഞാൻ കൊച്ചിയിലേക്ക് വന്നു. അങ്ങനെ ഇന്ത്യൻ നേവിയിൽ ഞാൻ കരിയർ തുടരുകയാണ്. എങ്ങനെയായിരുന്നു സാറിന്റെ നാവി ലൈഫൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുമ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ സാർ എങ്ങനെയാണ്? സാറിന്റെ ഒക്കെ ആ ഒരു യങ് ഏജിലാണല്ലോ സാർ എത്തിയത്. എന്താണ് സാറിന് അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ? വെരി വണ്ടർഫുൾ മെമ്മറീസ്. അത് വളരെ ഒരു ഇൻഫാക്ട് വളരെ യങ് ഏജിൽ രാജേഷ് പറഞ്ഞ പോലെ വളരെ യങ് ഏജിൽ നേവിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദി ബ്ലഡ്. സോ ഇപ്പോഴും പലപ്പോഴും രാത്രി ഞാൻ നേവൽ ലൈഫിനെ കുറിച്ച് സ്വപ്നം കണ്ടിട്ട് രാവിലെ ഉണരാറുണ്ട്. ഇറ്റ്സ് ദർ ദി ബ്ലഡ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ദർ ഫോർ ലൈഫ്. സാറിന്റെ ടീനേജിലൊക്കെ അല്ലെ, ചെറിയ വയസ്സിലൊക്കെ? അതെ, ചെറിയ വയസ്സിൽ കയറിയുണ്ട്. കാരണം നമ്മളൊരു ഫോർമാറ്റീവ് ഇയേഴ്സ് മുഴുവൻ നേവിയിലായിരുന്നു. സോ നേവിയാണ്, ഇന്ത്യൻ നേവിയാണ് എനിക്കൊരു എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഫോം ചെയ്തെടുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ദി ബേസിക് ട്രെയിനിങ് ഇറ്റ് സെൽഫ് ഇസ് ഓഫ് നല്ല ഹൈ ക്വാളിറ്റി ട്രെയിനിങ് ആണ് ഇന്ത്യൻ ഡിഫൻസിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ നേവിയിൽ. ആൻഡ് ടെക്നിക്കലി ഓൾസോ എനിക്ക് നേവൽ ഏവിയേഷനിൽ നല്ലൊരു എക്സ്പോഷർ കിട്ടി. ആൻഡ് ഐ കുഡ് ഡു വെൽ ഇൻ സർവീസ്. തീർച്ചയായിട്ടും അതുകൊണ്ട് എനിക്ക് ആഫ്റ്റർ നേവി എൻ്റെ ഒരു പ്രൊഫഷനിൽ വളരെയധികം ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഐ റിയലി റിമെമ്പർ ദാറ്റ് ദി നേവി എക്സ്പീരിയൻസ് വെരി ഫോൺലി. സാറിന്റെ ആ കാലത്ത് പിന്നെ നേവിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കാലത്ത് പ്രത്യേകിച്ച് ഓർത്തെടുക്കേണ്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? There are many. ഞാൻ നേവൽ ഏവിയേഷനിലായിരുന്നു. സോ ഐ ഗെറ്റ് ടു എൻജോയ് ദി ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. കടലിലെ ഷിപ്പിന്റെ ലൈഫാണെങ്കിലും അതേപോലെ എയർക്രാഫ്റ്റ് നേവൽ ഏവിയേഷനിലുള്ള ലൈഫാണെങ്കിലും ഇത് രണ്ടും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. സോ ആസ് ഐ സെഡ്, ഐ സ്പെഷ്യലൈസ്ഡ് ഓൺ എയർ ഫ്രെയിംസ് ആൻഡ് എയറോ എഞ്ചിൻസ്. എന്നിട്ട് ഞാൻ കൂടുതലും എൻ്റെ സർവീസിൽ ഞാൻ വർക്ക് ചെയ്തത് സീക്കിംഗ് എന്ന് പറഞ്ഞൊരു ഹെലികോപ്റ്ററിലായിരുന്നു. സീക്കിംഗ് ഹെലികോപ്റ്റർ ഇന്ത്യൻ നേവിയിൽ പല കൺഫിഗറേഷനിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് മേജർലി യൂസ് ചെയ്യുന്നത് ആന്റി സബ്മറീൻ വാർഫെയർ എന്ന് പറയും, ASW. ബേസിക്കലി ആ എയർക്രാഫ്റ്റിൽ ദർ ആർ എക്യുപ്മെന്റ് ആൻഡ് സോണാർ. അത് കടലിൽ ഈ എയർക്രാഫ്റ്റ് ഒരു ഹൈറ്റിൽ ഹോവർ ചെയ്തിട്ട് ഡങ്കിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ ഈ സോണാർ വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ത്തുകയും അത് ആ സോണാർ ക്യാൻ ഡിറ്റക്ട് ഇഫ് ദർ ആർ എനി സബ്മറീൻസ് ഇൻ ദി വാട്ടേഴ്സ്. അപ്പോൾ അതാണ് അതിന്റെ മെയിൻ റോൾ ഉള്ളത്. സോ ദിസ് ഹെലികോപ്റ്റർ ഈസ് ബേസിക്കലി മെയ്ഡ് ഇൻ ദി UK. വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റേഴ്സ് ലിമിറ്റഡ് എന്നാണ് അന്ന് ആ കമ്പനിയുടെ പേര്. ഇപ്പോൾ ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ ഓവർ ബൈ സം അതർ കമ്പനി. സോ ആ ഒരു ഹെലികോപ്റ്ററിലാണ് ഞാൻ കൂടുതലും സർവീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ലൈക്ക് ഐ കുഡ് കോൺട്രിബ്യൂട്ട്. അന്നത്തെ ഒരു സാഹചര്യം, ഇഫ് യു റിമെമ്പർ, നമ്മള് പോഖ്റാനില് ഇന്ത്യൻ ഗവൺമെന്റ് ഡിഡ് ന്യൂക്ലിയർ ബ്ലാസ്റ്റ്, ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ചെയ്തിരുന്നു. അപ്പൊ അത് ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് ദി ഡിക്റ്റാറ്റ്സ് ഓഫ് ദി US ഗവൺമെന്റ് ഓർ യുണൈറ്റഡ് നേഷൻസ്. അപ്പൊ അന്ന് ഇന്ത്യ ഈ ടെസ്റ്റ് ചെയ്തപ്പോ ഈ യുണൈറ്റഡ് നേഷൻസും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയൊക്കെ ഇന്ത്യയുടെ മുകളിൽ ഒരുപാട് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തു. ബേസിക്കലി ഇറ്റ് മീൻസ് ദാറ്റ് നമുക്ക് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ അവരായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന നേഷൻസിന്റെ അടുത്തുനിന്ന് ഇന്ത്യക്ക് മിലിറ്ററി സഹായങ്ങൾ കിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം, സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തത്. സോ ദാറ്റ് വാസ് എ ബിഗ് ചലഞ്ചിങ് ടൈം ഫോർ ദി ഡിഫൻസ് സർവീസസ് ഇൻ ഇന്ത്യ. കാരണം 1990s ഒരു കാലഘട്ടമാണത്. അന്ന് വി ഡിഡ്ന്റ് ഹാവ് ഇനഫ് എക്സ്പെർട്ടീസ് ഇൻ ടേംസ് ഓഫ് മിലിറ്ററി എക്യുപ്മെന്റ് മാനുഫാക്ചറിങ്. നമ്മളെ ഇൻഡസ്ട്രി ഒന്നും ഇത്ര ഡെവലപ്ഡ് അല്ല. അപ്പൊ ആ ഒരു സമയത്ത് സാങ്ഷൻസ് വന്നാൽ ഇറ്റ് വാസ് റിയലി പ്രോബ്ലമാറ്റിക് ഫോർ us. കാരണം നമ്മൾ ഉപയോഗിച്ചിരുന്ന എല്ലാ എക്യുപ്മെന്റും ഇൻക്ലൂഡിങ് എയർക്രാഫ്റ്റ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് വെയർ മോസ്റ്റ്ലി ഫോറിൻ ബിൽഡ്. അപ്പൊ അതൊക്കെ വേറെ കൺട്രീസിൽ ഉണ്ടാക്കുന്നതായിരുന്നു. സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് ഇതേപോലെ UK ബേസ്ഡ് കമ്പനിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ പേരന്റ് കമ്പനി US ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് ആ ഒരു ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹെലികോപ്റ്ററിനും ഇതേപോലെ സാങ്ഷൻസ് എഫക്റ്റഡ് ആയി. അപ്പൊ ഈ സീക്കിങ്സ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ നേവിയിൽ 2 ബാച്ച് ആയിട്ടാണ് പ്രൊക്യൂർ ചെയ്തിരുന്നത്.
ഒന്ന് ഇൻ ദി 70s 1971-72 ആ കാലഘട്ടത്തില് സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് പ്രൊക്യൂർ ചെയ്തിരുന്നു. പിന്നീട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ആയിട്ട് 1980s ടുവേർഡ്സ് ദി എൻഡ് ഓഫ് 80s അഗൈൻ ദി സെക്കൻഡ് ബാച്ച് കേം ഇൻ. അപ്പോൾ സാങ്ഷൻ വന്ന സമയത്ത് വി വർ ഫ്ലൈങ് ദി ന്യൂ വേർഷൻ ഓഫ് ദി ഹെലികോപ്റ്റർ. അപ്പൊ അന്ന് ഈ സാങ്ഷൻസ് വന്നപ്പോൾ ഇതിന്റെ മെയിൻ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞൊരു കോമ്പണന്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൻ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞൊരു കോമ്പണന്റ് വിച്ച് ആക്ച്വലി റൊട്ടേറ്റ്സ് ദി മെയിൻ റോട്ടർ. അതിന്റെ മുകളിൽ നമ്മൾ കാണുന്ന ഒരു ഫാൻ ഉണ്ടല്ലോ, അതിന് മെയിൻ റോട്ടർ എന്നാ പറയാ ഇൻ ഏവിയേഷൻ ടേംസ്. അപ്പൊ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഗിയർ ബോക്സ് ഇറ്റ്സ് എ ഹ്യൂജ് കോമ്പണന്റ്. അതിന്റെ ഓവറോൾ വാസ് ബീങ് ഡൺ ബൈ ദി കമ്പനി ഇൻ UK. അപ്പൊ ഒരുപാട് ഗിയർ ബോക്സസ് അവിടെ ഓവറോളിന്റെ വേരിയസ് സ്റ്റേജസിൽ അവിടെ സ്റ്റക്ക് ആയിരുന്നു. സാങ്ഷൻ വന്നപ്പോൾ ഇതൊന്നും ഇവിടേക്ക് എത്താതെയായി. നമ്മൾക്ക് ഇന്ത്യൻ നേവിക്ക് ഈ സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പൊ അന്ന് നമ്മൾ അതിന് ഒരു സൊല്യൂഷനായിട്ട് കണ്ടെത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞ 1970s വന്ന ഹെലികോപ്റ്റേഴ്സിന്റെ ഗിയർ ബോക്സസ് നമ്മുടെ അടുത്ത് സ്റ്റോറേജിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ആ ഗിയർ ബോക്സസ് വെച്ചിട്ട് പുതിയ വേർഷൻ ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യാവുന്ന ഒരു ഐഡിയ മുന്നോട്ട് വെക്കുകയും അതിന്റെ ആ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മിഷന്റെ ടീമായിട്ട് ഐ വാസ് പാർട്ട് ഓഫ് ദി നേവൽ എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ് സർവീസ്. ഞാൻ ആ ഒരു ടീമിന്റെ ഭാഗമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ഐ വാസ് ഇൻവോൾവ് ഇൻ പ്രിപ്പയറിംഗ് ദി മോഡിഫിക്കേഷൻ ലീഫ്ലെറ്റ്സ്. കാരണം പഴയ ഗിയർ ബോക്സ് പുതിയ എയർക്രാഫ്റ്റിൽ വെക്കുമ്പോൾ ഒരുപാട് ഇന്റർഫേസിങ് ചെയ്യാനുണ്ട്. അതിലെല്ലാം ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉള്ള കോമ്പണൻസ് മുഴുവനും ഇന്റർഫേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ എയർക്രാഫ്റ്റിനെ ഫ്ലൈ വർത്തിയാക്കണം. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസും മോഡിഫിക്കേഷൻ ലീഫ്ലെറ്റ്സിലും ഒക്കെ ഞാൻ ഇൻവോൾവ് ചെയ്യാൻ പറ്റി. ആൻഡ് ഫൈനലി വി കുഡ് സക്സസ്ഫുള്ളി ഫ്ലൈ ദി ന്യൂ വേർഷൻ ഓഫ് സീക്കിംഗ് വിത്ത് ദി ഓൾഡ് വേർഷൻ സീക്കിംഗ് ഗിയർ ബോക്സ്. So that was a big success that our team, we could do it in a crucial time when India needed it the most. അപ്പൊ അതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നേവി റെക്കഗ്നൈസ്ഡ് മൈ സർവീസ് ആസ് പാർട്ട് ഓഫ് ദാറ്റ് ടീം. ആൻഡ് ഐ ഗോട്ട് എ കമൻഡേഷൻ ഫ്രം ദി ചീഫ് ഓഫ് ദി നേവൽ സ്റ്റാഫ്. അന്ന് അഡ്മിറൽ സുശീൽ കുമാർ സൈൻ ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റും ഒരു മെഡലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ എം വെരി പ്രൗഡ് ടു ബി റെസിപ്പിയന്റ് ഓഫ് ദി CNS certificate, CNS commendation. Okay, great sir. സാറിന്റെ ഒരു 3 ജനറേഷന്റെ ഈ ഒരു ഇന്ത്യൻ ഫോഴ്സിനെ സെർവ് ചെയ്തു എന്നില്ല ഒരു ഡീറ്റെയിൽ സാർ തന്നില്ല. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സാർ ആദ്യത്തെ ഒരു ജനറേഷൻ സാറിന്റെ ഒരു അച്ഛന്റെ അച്ഛൻ അവരൊക്കെ ഈ വേൾഡ് വാറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? അല്ലെ എങ്ങനെയാണ് അവരെ ഒരു സർവീസിന്റെ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും? അതെ, അതൊരു വളരെ നീണ്ട എന്താ പറയാ ഹെറിറ്റേജ് ആണ് വിച്ച് വി ഹാവ് ഇൻ ദി ഫാമിലി. അച്ഛന്റെ അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർമിയിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് ഡ്യൂറിങ് 1914-1918 പീരിയഡിൽ വെൻ ദി വേൾഡ് വാർ 1 വാസ് ഗോയിങ് ഓൺ. ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ആള് ആർമിയിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അന്ന് ആള് തമാശക്ക് അത് കഴിഞ്ഞിട്ട് റിട്ടയർ ഒക്കെ ആയിട്ട് ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോ അദ്ദേഹം തമാശക്ക് പറയും, ഹിറ്റ്ലർ, ജർമ്മനിയിലെ ഹിറ്റ്ലർ വെറും ഒരു കോർപ്പറലായിരുന്ന ആർമിയിൽ ഒരു കോർപ്പറൽ എന്ന് പറഞ്ഞ ഒരു സാധാരണ ആർമി സോൾജർ ആയിരുന്ന കാലത്ത് ഞാനും ആർമിയിൽ സെർവ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുമായിരുന്നു. സോ ഹി സെർവ്ഡ് ദി ഇന്ത്യൻ ആർമി ഇൻ പുനെ ഏരിയയിലായിരുന്നു ആള് സെർവ് ചെയ്തത് 1914-18. ദെനാഫ്റ്റർ അന്ന് ആർമിയിലെ ആള് ആർമറായിട്ടാണ് വർക്ക് ചെയ്തത്. ആർമർ എന്ന് പറഞ്ഞാൽ ഈസ് ദി പേഴ്സൺ ഹു മെയിൻറ്റെയിൻസ് ദി റൈഫിൾസ്, പിസ്റ്റൾസ്, ഈ ഗൺസ് അങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. സോ ഹി വാസ് ലൈക്ക് സ്കിൽഡ്. ഹി കുഡ് മേക്ക് തോക്കുണ്ടാക്കാനൊക്കെ അറിയാം അന്നത്തെ കാലത്ത്. ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ആള് മലബാർ സ്പെഷ്യൽ പോലീസിൽ ഇവിടെ 1921 ജോയിൻ ചെയ്തു. അതായത് മലബാർ സ്പെഷ്യൽ പോലീസ് മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടുള്ള സ്റ്റാഫാണ്. സോ ഹി ജോയിൻഡ് ആസ് എൻ ആർമറർ ആൻഡ് 1942 ഹി റിട്ടയർഡ് ഇൻ ദി റാങ്ക് ഓഫ് നായിക്. നായിക് ഇസ് ബേസിക്കലി ഒരു ആർമി റാങ്ക് ആണ്. പക്ഷെ അന്നത്തെ കാലത്ത് MSPയിൽ ആർമി റാങ്ക്സ്, ഹവിൽദാർ, നായിക് അങ്ങനെ റാങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആള് ആർമറായിട്ട് MSPയിൽ സെർവ് ചെയ്തിട്ടാണ് റിട്ടയർ ചെയ്തത്. വൈൽ ഇൻ ദി MSP അദ്ദേഹം ഈ ആർമറി റിഫ്രഷർ കോഴ്സും കാര്യങ്ങളും ചെയ്തത്. അന്നത്തെ കാലത്ത് MSPയുടെ കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ പൂനെയില് കിർക്കി ആർസനൽ എന്ന് പറഞ്ഞ ഈ ഡിഫൻസ് സർവീസസിന് വേണ്ടിയിട്ട് ഗൺസും പിസ്റ്റൾസും റൈഫിൾസും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവര് കണ്ടക്ട് ചെയ്യുന്ന റിഫ്രഷർ കോഴ്സ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നുണ്ട് 1931.
പിന്നെ അച്ഛൻ ആണ് എൽഡസ്റ്റ് സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. അച്ഛന്റെ പേര് MC ബാലകൃഷ്ണൻ നായർ. ഗ്രാൻഡ് ഫാദറിന്റെ പേര് P. കുഞ്ചു നമ്പ്യാർ എന്നാണ്, പറയത്ത് കുഞ്ചു നമ്പ്യാർ. അച്ഛന്റെ പേര് MC ബാലകൃഷ്ണൻ നായർ. ആള് എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. 35 ഇയേഴ്സ് സെർവ് ചെയ്തു, 1950 to 1985. അവര് റിട്ടയർ ആയപ്പോൾ ഫ്ലൈയിങ് ഓഫീസർ എന്നുള്ള റാങ്കിലാണ് റിട്ടയർ ആയത്. അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2018 മരിച്ചു. ഞാൻ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തത് 1984 അതായത് അച്ഛൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആവുന്നതിന്റെ 1 ഇയർ മുന്നേ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തു. ഞാൻ ഓൾമോസ്റ്റ് 17+18 ഇയേഴ്സിന്റെ അടുത്ത് ഞാൻ സെർവ് ചെയ്തിട്ട് 2001 ഞാൻ റിട്ടയർ ആയത്. സോ അങ്ങനെയാണ് ഈ 3 ഡിഫറെന്റ് ജനറേഷൻസ്. അതിലൊരു കാര്യം കൂടി എനിക്ക് പ്രൗഡ്ലി പറയാനുള്ളത്, ലൈക്ക് അച്ഛന്റെ സിബ്ലിങ്സ് അവരും ഡിഫൻസ് സർവീസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടുള്ള സർവീസിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അതായത് അച്ഛന്റെ പുറമെ അച്ഛന്റെ നേരെ അനിയൻ ഒരു MC പത്മനാഭൻ നായർ, അദ്ദേഹം മദ്രാസ് റെജിമെന്റിലെ ഇന്ത്യൻ ആർമിയിൽ ഹി സെർവ്ഡ് ഓൾമോസ്റ്റ് 33 ഇയേഴ്സ് സെർവ് ചെയ്തു. ആള് ക്യാപ്റ്റൻ റാങ്കിൽ റിട്ടയർ ആയി. അദ്ദേഹം ഇതേപോലെ എല്ലാ വാറും കണ്ടിട്ടുള്ള ആളാണ്. 1962 ഇൻഡോ ചൈന വാറോ, 1965 ഇൻഡോ പാക് അഗ്രഷൻ വാർ, 1971 വാർ, എല്ലാ വാറിലും പങ്കെടുത്തിട്ടുള്ള, നേരിട്ട് ഫ്രണ്ടിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഇൻഫൻട്രിയിലായിരുന്നു ആള്. ആൻഡ് യെസ്, ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1965 അദ്ദേഹം ഇൻഡോ പാക് വാറിൽ ഹി വാസ് ഇൻ ദി മിസ്സിംഗ് ലിസ്റ്റ്. അവരൊരു ബറ്റാലിയൻ പാകിസ്ഥാൻ ടെറിട്ടറിയിൽ മിസ്സിംഗ് ആയി. കാരണം ദർ വാസ് നോ കമ്മ്യൂണിക്കേഷൻ. ആ സമയത്ത് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോൺ ടെക്നോളജി ഒന്നും ഇല്ല. അപ്പൊ അദ്ദേഹം കുറെ കാലത്തിന് ലൈക്ക് ഹി വാസ് നോട്ട് ട്രേസബിൾ ആൻഡ് ഹി വാസ് പ്രെസ്യൂംഡ് ഡെഡ്. ബട്ട് ദെൻ അവരെ അവിടുന്ന് ഫൈറ്റ് ചെയ്തിട്ട് തിരിച്ച് വരേണ്ടായി. സോ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ് അവർ. പിന്നെ വേറൊരു അച്ഛൻ്റെ അനിയൻ, ഹി വാസ് ഇൻ ദി മലബാർ സ്പെഷ്യൽ പോലീസ്. അദ്ദേഹം മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ഡെപ്യൂട്ടി കമാൻഡന്റ് ഗ്രേഡിലാണ് റിട്ടയർ ആയത്. അദ്ദേഹം ഇതേപോലെ 36 ഇയേഴ്സ് സെർവ് ചെയ്തിട്ടുണ്ട് MSP. ആൻഡ് ഒരു ബ്രദർ, ഈ MSPയിൽ സെർവ് ചെയ്ത ബ്രദറിന്റെ പേര് MC കേശവൻ നായരാണ്. ഒരു ബ്രദറുണ്ട് MC ദാമോദരൻ നായർ, ഈസ് നോ മോർ. അദ്ദേഹം സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് സെർവ് ചെയ്തിട്ടുള്ളത്. സർവേ ഓഫ് ഇന്ത്യ അവര് സിവിലിയൻസ് ആണെങ്കിലും അവര് ആർമിയായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സർവേ ഓഫ് ഇന്ത്യ ഇസ് ബേസിക്കലി ദി മാപ്പിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ. മാപ്പ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇന്ത്യയിലെ. അവര് പഴയ കാലത്തെ ലൈക്ക് വെൻ ദി എസ്പെഷ്യലി വെൻ ദർ വാസ് നോ ഗൂഗിൾ മാപ്പ്, അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് സർവേ ഓഫ് ഇന്ത്യ ആണ് ഈ ആർമിക്ക് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്വാൻസ് ചെയ്യുന്നതിന് മുന്നേ ഈ ആർമി ചാർട്ടർ ചെയ്യാത്ത ടെറിട്ടറിയിൽ അവർ പോയിട്ട് അത് മുഴുവൻ സർവേ, ആ ഏരിയ സർവേ ചെയ്തിട്ട് അതിന് മാപ്സ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അത്തരം പ്രിപ്പയർ ചെയ്ത മാപ്സ് വെച്ചിട്ടാണ് ആർമി അഡ്വാൻസ് ചെയ്യുക. അപ്പൊ ആർമിയായിട്ട് വളരെ ക്ലോസ്ലി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ അതില് അദ്ദേഹം സർവേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛന്റെ അച്ഛന് 4 ആൺമക്കൾ ഉണ്ടായിരുന്നു, ഹു ഹാഡ് കോൺട്രിബ്യൂട്ടഡ് ഇമ്മൻസ്ലി ടുവേർഡ്സ് ദി നേഷൻ, വെദർ ദേ വർ ഇൻ ദി ഡിഫൻസ് സർവീസ് ഓർ സർവേ ഓഫ് ഇന്ത്യ ഓർ മലബാർ സ്പെഷ്യൽ പോലീസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഫാമിലി, സാറിന്റെ കണക്റ്റഡ് ഫാമിലി ആസ് എ ഹോൾ, ഒരുപാട് ആൾക്കാർ ശരിക്കും ഇന്ത്യൻ ഫോഴ്സിനാ ശരിക്കും സെർവ് ചെയ്ത ആൾക്കാരാണ്. വലിയൊരു പരമ്പരയും നമ്മളൊരു ഇപ്പൊ ഒരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലോക്കലി അറിയപ്പെടുന്ന ഒരു പട്ടണം ഫാമിലി. തീർച്ചയായും. പിന്നെ അപ്പം സാറിന്റെ നാവി ലൈഫ് ഉണ്ട്. സാറിന്റെ നാവി ലൈഫ് കഴിഞ്ഞതിന് ശേഷം സാർ ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് സാർ ഇപ്പോൾ കഴിഞ്ഞ 15-20 വർഷത്തിന്റെ അടുത്ത് സാർ അപ്രോക്സിമേറ്റ്ലി സാറിന്റെ ഒരു സർവീസ് ഉണ്ടല്ലോ, ഏകദേശം 20 ഇയേഴ്സ് ആയിരുന്നു. അപ്പം ഈ നാവിയിൽ നിന്ന് ജോലി കഴിഞ്ഞതിന് ശേഷം സാർ ഈ ഓട്ടോമൊബൈൽ മേഖല സെലക്ട് ചെയ്യാൻ, ഈ ഓട്ടോമൊബൈൽ മേഖല തന്നെ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാറിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ? അതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ഔട്ട്സൈഡ് കേരളയായിരുന്നു. പിന്നീട് ഞാനും ഇന്ത്യൻ നേവിയിൽ സർവ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് ദൂരെ ആയിരുന്നല്ലോ. അപ്പൊ എനിക്കൊരു വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നത് നാട്ടില് ബാക്കിയുള്ള ജീവിതം, ഒരു കരിയർ നാട്ടിൽ കണ്ടെത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അച്ഛനും അമ്മയും ദേ വർ ഗെറ്റിംഗ് ഓൾഡർ, സോ ഐ വാണ്ടഡ് ടു ബി വിത്ത് ദം. അപ്പൊ ഈ ഒരു 2 ഒബ്ജക്റ്റീവ് ഉണ്ടാവുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അത് ഓപ്റ്റ് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു
ഒരു തീരുമാനം. അങ്ങനെ ഫോർച്ചുനേറ്റ്ലി ഐ കുഡ് ഫൈൻഡ് എ കരിയർ വിത്ത് AM Motors. അന്ന് AM Motorsൽ ഞാൻ ജോയിൻ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓർഗനൈസേഷൻ. അവിടെ എനിക്ക് ഒരുപാട് സപ്പോർട്ട്, ബീറ്റ് ഫ്രം ദി സ്റ്റാഫ്, മൈ കൊളീഗ്സ്, ഓർ ഫ്രം ദി മാനേജ്മെന്റ്, എല്ലാവരും എന്നെ അൺകണ്ടീഷണൽ സപ്പോർട്ട് തന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡിഫൻസ് വെറ്ററൻ എന്നുള്ളൊരു സ്റ്റേറ്റസ് നിന്ന് എനിക്കൊരു സെയിൽസ് ഹെഡ് എന്നുള്ള രീതിയിൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റി, എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റി. സോ ഐ എം വെരി ഫോർച്ചുനേറ്റ് ടു ജോയിൻ AM Motors അറ്റ് ദറ്റ് ടൈം. അത് മലപ്പുറത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. എൻ്റെ ഒരു നാട്ടിൽ നിൽക്കേണ്ട ഒരു ആഗ്രഹം, അതേപോലെ അച്ഛനമ്മേൻ്റെ അടുത്ത് നിൽക്കേണ്ട ആഗ്രഹം. സോ ദാറ്റ് വാസ് ഓൾസോ പോസിബിൾ ബിക്കോസ് ഓഫ് AM Motors. സാറിന്റെ ഈ ഒരു ആസ് എൻ AM Motorsലെ ഈ ഒരു 10-15 വർഷത്തെ ഒരു കരിയർ, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സാറിന് ഇവിടെ AM Motorsൽ കൊണ്ടുവരാൻ സാധിച്ചത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാർ ഇപ്പം മുമ്പ് AM Motorsന്റെ ഒരു കാര്യങ്ങൾ പറയാം, ചില കാര്യങ്ങൾ ഒരു സിസ്റ്റം പ്രോസസ് ഒക്കെ അതിനേക്കാളും ഒരു ബെറ്റർ വേർഷന് സാറിന് കൊണ്ടുവരാൻ പറ്റി, സാറിന്റെ ഒരു ലീഡർഷിപ്പിന് കൊണ്ടുവരാൻ പറ്റി. അത് സാറിന്റെ ഈ ഒരു നാവി ലൈഫ് അതിന് സാറിന് ഉപകരിച്ചിട്ടുണ്ടോ സാർ? രാജേഷ്, ശരിക്കും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഐ വാസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് ഏരിയ ഓഫ് വർക്ക്. പക്ഷേ AM Motors തന്നെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ആൻഡ് ഐ കുഡ് ഗെറ്റ് ഇൻ ടു AM Motors ആൻഡ് ഡെവലപ്പ് മൈസെൽഫ്. അത്രയും നല്ലൊരു സപ്പോർട്ട് ഫ്രം ദ ടീം ആൻഡ് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ആസ് എ പേഴ്സൺ, ആസ് യു റൈറ്റ്ലി സെഡ്, യെസ്, ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുകൊണ്ട് എനിക്ക് അത്തരം കുറച്ച് ഡിസിപ്ലിൻ ബേസ്ഡ് അപ്രോച്ചസ് ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയുന്നത് ഒരു പട്ടാള ചിട്ടയോ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനേറിയനല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ദർ ഇസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡൂയിങ് തിങ്സ്. അപ്പൊ അത് ഐ തിങ്ക് ഇറ്റ് ഹെൽപ്ഡ് മീ എ ലോട്ട്. പിന്നെ എനിക്ക് എപ്പോഴും ഐ ആം എ കണ്ടിന്യൂസ് ലേണർ. സോ ഐ കുഡ് learn new things continuously. അതൊരു ഫോർച്ചുനേറ്റ്ലി ഐ ഹാഡ് ദാറ്റ് എബിലിറ്റി. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ലേൺ ചെയ്യാനും പറ്റി. ആൻഡ് ഐ കുഡ് ഡെഡിക്കേറ്റ് മൈസെൽഫ് ടു AM Motors വെരി വെൽ ഫ്രം ദി ബിഗിനിങ്. മാത്രമല്ല, ആസ് എ പാരന്റ് കമ്പനി മാരുതി സുസുക്കി അറിയാലോ, 1984 തൊട്ടിട്ട് ഉള്ള മാർക്കറ്റ് ലീഡറാണ്. ഇപ്പം right from 1984 it started operations, and ഇന്ത്യയിൽ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീനെ വളർത്തിയെടുത്ത ഒരു ബിഗ് കമ്പനിയാണ്, ഹിസ്റ്റോറിക്കൽ കമ്പനിയാണ്. ആൻഡ് ഈവൻ നൗ, ഇൻ സ്പൈറ്റ് ഓഫ് സോ മെനി കോമ്പറ്റീഷൻസ്, no one could harm the market share of Maruti Suzuki. ഇപ്പോഴും 50% കൂടുതൽ മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, ഇറ്റ് ഷോസ് how great the company is. So Maruti Suzukiയുടെ there are so many process and systems which if you implement in your dealership, then your dealership will naturally become a good performing dealership. അതാണ് ഒരു ലേണിംഗ് എനിക്ക് കിട്ടിയത്. കാരണം whenever I try to implement the guidelines and processes that Maruti Suzuki had at that time, ഒരു ഡീലറിനെ കൊണ്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ അതേപോലെ അത് വിത്തൗട്ട് ഡൈല്യൂട്ടിങ് എനിത്തിങ് ഇഫ് യു ക്യാൻ ഇംപ്ലിമെന്റ്, then definitely you can make progress. And that was visible in AM Motors also. കാരണം അവിടെ നല്ലൊരു നേരത്തെ പറഞ്ഞ പോലെ ടീം വർക്ക് ആൻഡ് മാനേജ്മെന്റ് ഇൻവോൾവ്മെന്റ് which is very very important. ഇത് ഇപ്പോഴും now also it is continuing. So ആ ഒരു ടീം വർക്ക് ആൻഡ് ആ ഒരു ടീം വർക്ക് കാരണം നമുക്ക് slow and steady ആയിട്ട് we could progress, and today we are one of the best performing dealerships across India for the company. So I am proud to be part of this great team. തീർച്ചയായും സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 205 കാറുകൾ ഒരു ദിവസം ഡെലിവറി ചെയ്യാൻ സാധിച്ചു. അത് ലിംക ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ അവരത് പബ്ലിഷ് ചെയ്തു. അപ്പൊ ആ ഒരു ഇവന്റ് എങ്ങനെയാണ് സാർ, ആ ഒരു ഇവന്റിലേക്ക് അതിന്റെ ഒരു ഡിസിഷനും എക്സിക്യൂഷനും എന്താണത്, അതിനെ കുറിച്ച് സാർ? യെസ്, ഇത് വൺ ഓഫ് ദി മോസ്റ്റ് അഡ്മറബിൾ അച്ചീവ്മെന്റ്സ് ഓഫ് AM Motors ആണ് എന്റെ അഭിപ്രായത്തില്. ദിസ് ഇസ് എ ലിംക നാഷണൽ റെക്കോർഡ്. ദാറ്റ് റെക്കോർഡ് സ്റ്റിൽ സ്റ്റാൻഡ്സ്. ഇതുവരെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ദി റെക്കോർഡ് ഈസ് ദാറ്റ് വി ഡെലിവേർഡ് 205 ഓൾട്ടോസ് on a single day
within 2 days of the launch. Oh. Okay, so Alto എന്നുള്ളൊരു പ്രൊഡക്റ്റ് 200 വെഹിക്കിളോ അല്ലെങ്കിൽ 400 വെഹിക്കിളോ ഒരു ദിവസം ഡെലിവറി ചെയ്യുന്ന എം മോട്ടോഴ്സ് പോലത്തെ ഒരു ഡീലർഷിപ്പിന് ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക്. കാരണം നമ്മൾ ഏതൊരു പീക്ക് മന്തിലും നമുക്കൊരു നമ്മളെ ടോട്ടൽ സെയിലിന്റെ almost 20-25% Alto ആയിരുന്നു. It was more than this. Even now we are selling around 20% plus Alto ആണ് നമ്മൾ സെൽ ചെയ്യുന്നത്. അപ്പോ എല്ലാ ഡെലിവറീസും ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് വി കൻ ഡെഫിനറ്റ്ലി ഡെലിവർ എ ബിഗ് നമ്പർ. പക്ഷെ ഇതിന്റെ ഈ റെക്കോർഡിന്റെ പ്രത്യേകത ഈ ഇപ്പൊ നമ്മൾ കാണുന്ന ഓൾട്ടോ 800 എന്ന് പറഞ്ഞ വെഹിക്കിള് അത് ലോഞ്ച് ചെയ്തത് 2012 ആണ്. അത് ലോഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് ഡേ വി കുഡ് ഡെലിവർ 205 കാർസ്. അപ്പോ അത് വെഹിക്കിൾ ലോഞ്ച് ചെയ്യുന്നതിന്റെ മുന്നേ ദി കസ്റ്റമേഴ്സ് നെവർ ഹാഡ് എനി ഐഡിയ അബൌട്ട് ദി സ്പെസിഫിക്കേഷൻസിനെ പറ്റി ഐഡിയ ഇല്ല. ഓൾട്ടോന്റെ ടെസ്റ്റ് ഡ്രൈവ്സ് എടുത്തിട്ടില്ല. ഇറ്റ് ഇസ് പ്യൂർലി ദി ട്രസ്റ്റ് ഓൺ ബ്രാൻഡ് എം മോട്ടോഴ്സ് ആൻഡ് ബ്രാൻഡ് മാരുതി സുസുക്കി. അപ്പൊ എന്തായാലും മാരുതിയുടെ പ്രൊഡക്റ്റ് ഓൾട്ടോ അന്ന് ആ സമയത്ത് ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഓൾട്ടോനെ റിപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ വെർഷൻ ഓൾട്ടോ വരുന്നതിന്റെ മുകളിലുള്ള ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് ഉണ്ടല്ലോ പബ്ലിക്കിന്റെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണത്. ദാറ്റ് സോ മെനി പീപ്പിൾ കുഡ് റെസ്പോണ്ട് ടു our effort and we could deliver 205 cars on a single day. അതാണ് നാഷണൽ റെക്കോർഡിൽ വരാനുള്ള കാരണം. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ of course it was a very exciting time for us. കാരണം ഓൾട്ടോ എന്നുള്ള പ്രൊഡക്റ്റ് നമ്മള് ഒരു ഐക്കോണിക് പ്രൊഡക്റ്റ് ആണ്. ഇറ്റ് വാസ് ദി ലാർജസ്റ്റ് സെല്ലിംഗ് വെഹിക്കിൾ ഇൻ ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം. അപ്പോ ഓൾട്ടോന്റെ ഒരു പുതിയ രൂപം, അതായത് എൻറ്റയർലി റീവാംപ്ഡ് അല്ലെങ്കിൽ ഒരു പുതിയ അവതാർ ലോഞ്ച് ചെയ്യുന്നു മാരുതി എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് a very exciting time for us. So we had a boardroom discussion. ഞാൻ ഉണ്ടായിരുന്നു, CEO ഉണ്ടായിരുന്നു, എം മോട്ടോഴ്സ് മാനേജിംഗ് പാർട്ണർ, നമ്മുടെ ടീം സീനിയർ മെമ്പേഴ്സ് ഓഫ് ടീം. സോ വി വാണ്ടഡ് ടു മേക്ക് ഇറ്റ് മെമ്മറബിൾ. അപ്പൊ അന്ന് we were planning to do a volume delivery, ഒരു 50 vehicles or at the most 100. പക്ഷേ നമ്മുടെ ടീം വാസ് ഈവൻ മോർ എക്സൈറ്റഡ്. സോ അവരെ റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയാണ്, വൈ ടു റെസ്ട്രിക്ട് ഇറ്റ് ആസ് 50 or 100, വൈ കാൻ വി ഗോ ഫോർ 200 പ്ലസ് ഓൾട്ടോസ്. അങ്ങനെ അവര് ടീം ഇത് ഏറ്റെടുത്തിട്ട് ഡിഡ് എ ഹ്യൂജ് ക്യാമ്പയിൻ ഒരു 2 weeks ബിഫോർ ദി ലോഞ്ച്. അവര് വെഹിക്കിളിന്റെ ഒരു സുമാർ സ്പെസിഫിക്കേഷൻ എങ്ങനെ ആയിരിക്കും, അതിന്റെ ലീഫ്ലെറ്റ്സ് ഉണ്ടാക്കി, ഒരുപാട് കസ്റ്റമേഴ്സിനെ കോൺടാക്ട്, ടെലികോളിംഗ്, അന്ന് കൂടുതൽ ഈ വാട്സാപ്പ് അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഒന്നും ഇല്ല. തീർച്ചയായും. But then we did a lot of emailers, നമ്മള് ഫീൽഡ് ആക്ടിവിറ്റീസ് ചെയ്തു, ടാഗിങ് ആക്ടിവിറ്റീസ് ചെയ്തു, പ്രോസ്പെക്ട്സിനെ ഫോളോ അപ്പ് ചെയ്തു. അങ്ങനെ lot of hard work was done in around 2 weeks of time. We got enough bookings to make sure that we can deliver the vehicle. And Maruti Suzuki also നമ്മളൊരു ഈ മിഷനെ സീരിയസ്ലി അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ദേ മേഡ് ഷുവർ ദാറ്റ് വി ഹാഡ് ഇനഫ് സ്റ്റോക്ക്. നമ്മളെ മോഡൽ വേരിയന്റ് ആൻഡ് കളേഴ്സ് കറക്റ്റ് ബുക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ വേരിയന്റ് കളേഴ്സ് അവർ അവൈലബിൾ ആക്കി. ആൻഡ് ദിസ് വാസ് എ മേജർ ഇവന്റ് ഡൺ ഇൻ മലപ്പുറം. ഈവൻ at that time it was one of the biggest, Maruti Suzuki in the description തന്നെ it was one of the biggest rural marketing event in the country. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മള് ലിംക റെക്കോർഡ്സിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യുകയും ചെയ്തു. അവരത് വാലിഡേറ്റ് ചെയ്തു ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ആസ് എ നാഷണൽ റെക്കോർഡ് ആൻഡ് ഇറ്റ് സ്റ്റിൽ സ്റ്റാൻഡ്സ്. തീർച്ചയായും. അതുപോലെ സർ, ഏതൊരു ഒരു ടാസ്ക് എം മോട്ടോഴ്സ് ഏറ്റെടുത്താൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ 200+ ഡെലിവറീസ് ആയിക്കോട്ടെ, ഏതൊരു ടാസ്ക് ഏറ്റെടുത്താലും എം മോട്ടോഴ്സിന്റെ ടീം അതൊരു വൈബ്രന്റ് ടീമായി ഒരു സിംഗിൾ ഒരു ഗോളിലേക്കാണ് പൊതുവെ ആൾക്കാർ, അതായത് എംപ്ലോയീസ് അതിന് ഗൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ സാർ ഇപ്പോൾ 15 years ആയി അപ്രോക്സിമേറ്റ്ലി ആസ് എൻ AMI. അതുപോലെ ഒരുപാട് സ്റ്റാഫ് എം മോട്ടോഴ്സിൽ പഴയ ആ ഒരു കാലഘട്ടത്തിൽ ബിഗിനിങ് ഇറ്റ് സെൽഫ് എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഒരു HR പ്രാക്ടീസ് നമ്മൾ ഹയസ്റ്റ് ഓട്ടറേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് ഡീലർഷിപ്പ് എംപ്ലോയിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടി മാർക്കറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ് അറ്റ് റീസെന്റ് ടൈംസ്. അപ്പോൾ എം മോട്ടോഴ്സിൽ അങ്ങനൊരു ഹൈ ആൾട്ടറേഷനോ അല്ലെങ്കിൽ എംപ്ലോയീസ് വിട്ടുപോകുന്നതോ അല്ലെങ്കിൽ അവരെ റീറ്റെയിൻ ചെയ്തു, അതൊക്കെ എം മോട്ടോഴ്സ് ഒരു പരിധിവരെ ടാക്കിൾ ചെയ്യുന്നുണ്ട്. എന്താണ് സാർ അതിന്റെ ഒരു മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ്, എന്താണ് ലീഡർഷിപ്പ് ആണ്, എന്താണ് സാർ അതിന്റെ സീക്രട്ട്? I'm glad you asked me that question. രാജേഷിന്റെ ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ ആൻസറും ഉണ്ട്. ആസ് യു സെഡ്, നമ്മളൊരു ടീം വർക്കിനെ കുറിച്ച് പറഞ്ഞു. We all stand together as one team and try to achieve the common goal. അതാണ് ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എനിക്ക് എം മോട്ടോഴ്സിൽ
ഫീൽ ചെയ്തിട്ടുള്ളതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും. എ മോട്ടോഴ്സിൽ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. ദിർ ഇസ് നത്തിങ് ലൈക്ക് ഞാൻ സർവീസ് ഡിവിഷനാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നോ, ഞാൻ സെയിൽസ് ഡിവിഷനാണ്, ഞാൻ മാർക്കറ്റിംഗ് ഡിവിഷനാണ്, അല്ലെങ്കിൽ ഞാൻ ബാക്ക് എൻഡ് സപ്പോർട്ടിലാണ്, അല്ലെങ്കിൽ ഞാൻ യൂസ് കാർ ടു വാല്യൂ ഡിവിഷനിലാണ്. അങ്ങനെ ദിർ ഇസ് നോ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എവറി വൺ ഈസ് എൻ എ.എം.ഐ എന്നാണ് നമ്മൾ പ്രൗഡ്ലി നമ്മളെ തന്നെ വിളിക്കാറ്. പാർട്ട് ഓഫ് ദാറ്റ് ബിഗ് ഓർഗനൈസേഷൻ. അപ്പൊ ആ ഒരു ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അത്രയും സ്മൂത്ത് ആയിട്ടുള്ളതുകൊണ്ട് ദർ ഇസ് ഓൾ എഫേർട്സ് ആർ പുട്ട് ബൈ എവറി വൺ ടു റീച്ച് ദി കോമൺ ഗോൾ. നമ്മൾ വളരെയധികം കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ദി ഫൈനൽ ഗോൾ ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് എ മോട്ടോഴ്സ് ഈസ് ദി ബെസ്റ്റ് പ്ലേസ് ടു ഷോപ്പ് ഫോർ എ കസ്റ്റമർ. അതാണ് നമ്മളൊരു ഫൈനൽ ഗോൾ. സോ എവ്രി വൺ, നമ്മളെ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും കസ്റ്റമേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ടച്ച് പോയിന്റ്സിലുള്ള എല്ലാവരും അൾട്ടിമേറ്റ് എയിം ഇസ് ടു ഗിവ് ദാറ്റ് മൊമെന്റ് ഓഫ് ട്രൂത്ത്, അല്ലെങ്കിൽ ദാറ്റ് അൾട്ടിമേറ്റ് ഡിലൈറ്റ് ടു ദി കസ്റ്റമർ ദാറ്റ് വി സെർവ്. ആൻഡ് അത് വേർഡ് ഓഫ് ദി മൗത്ത്, ആൻഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം വി ബിൽഡ് അവർ റെപ്യൂട്ടേഷൻ ആൻഡ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ഓഫ് ദി കസ്റ്റമർ, which has resulted in this kind of a growth for the organization, both in terms of volume as well as in systems and processes. തീർച്ചയായിട്ടും സാർ, ഈ എ മോട്ടോഴ്സിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കി കാണുന്നു. എ മോട്ടോഴ്സ് ഓരോ വർഷം തോറും പ്രധാനപ്പെട്ട ഒരുപാട് അവാർഡുകൾ അതിന്റെ എണ്ണം കൂട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് എംപ്ലോയീസിന്റെ ഒരു ആ കമ്പനിയോട് കാണിക്കുന്ന ഒരു വളരെ അഗ്രഷൻ, ആ ഒരു ലെവലിൽ ഒരുപാട് നമുക്ക് നോക്കി കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ലീഡർഷിപ്പിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ഇൻവോൾവ്മെന്റ് എന്താണ് സാർ അതിനെ കുറിച്ച്, അവരുടെ പെർഫോമൻസിനെ കുറിച്ച്, അവാർഡുകളെ കുറിച്ച്? എനിക്ക് തോന്നുന്നത് രാജേഷ് ഒരുപാട് കാലം മാരുതി സുസുക്കി നെറ്റ്വർക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ ഒരുമിച്ച് പല ആനുവൽ കോൺഫറൻസസിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഒബ്വിയസ്ലി അവാർഡ് ചടങ്ങുകളിൽ നമ്പർ ഓഫ് അവാർഡ്സ് കാണുന്നത് തോന്നുന്നതാണ്. പക്ഷെ എല്ലാ വർഷം അവാർഡ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഐ നോട്ട് ഷുവർ അബൌട്ട്. പക്ഷേ യെസ്, ഡെഫിനറ്റ്ലി എ മോട്ടോഴ്സിന് ഒരുപാട് അവാർഡ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാറുണ്ട്. താങ്ക്ഫുള്ളി നമ്മൾ എല്ലാ മേഖലയിലും കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. അതിന്റെ റിസൾട്ടായിട്ട് തീർച്ചയായിട്ടും വി ഗെറ്റ് ആ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്സ് ഫ്രം മാരുതി സുസുക്കി. എ മോട്ടോഴ്സിന് ഒരുപാട് അവാർഡ്സ്, നാഷണൽ അവാർഡ്സ് ഇപ്പം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്ലോസ് ടു 50 അവാർഡ്സ് ഈ ഒരു കാലഘട്ടത്തിൽ എ മോട്ടോഴ്സിന് നാഷണൽ അവാർഡ്സ് ആണ് കിട്ടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. കേരള സ്റ്റേറ്റ്, മാരുതി സുസുക്കിക്ക് കേരള സ്റ്റേറ്റ് റീജിയൻ S3 എന്ന് പറയാം. അപ്പൊ ഈ ഒരു കേരള റീജിയനിലുള്ള അവാർഡ്സ് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ക്ലോസ് ടു അറൌണ്ട് 150 അവാർഡ്സ്. പക്ഷെ അതൊക്കെ ദാറ്റ് ഇസ് എവറി ഇയർ വി ഡു മാനേജ് ടു ഡു വെൽ ആൻഡ് വി ഗെറ്റ് ദി റെക്കഗ്നിഷൻ. പക്ഷെ രാജേഷ് സൂചിപ്പിച്ച പോലെ എനിക്കും ദി അച്ചീവ്മെന്റ് മോസ്റ്റ് ക്ലോസ് ടു മൈ ഹാർട്ട് ഈസ് ദി ഫാക്ട് ദാറ്റ് എ മോട്ടോഴ്സ് ഇസ് എ റോയൽ പ്ലാറ്റിനം ഡീലർ. ഈ റോയൽ പ്ലാറ്റിനം ഡീലർ ആവണമെങ്കിൽ മാരുതി സുസുക്കിയുടെ ഒരു അസസ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. എവറി ഇയർ അത് റോൾ ഔട്ട് ചെയ്യും മാരുതി സുസുക്കി. അസസ്മെന്റ് പ്രോഗ്രാമിൽ ഡീലർഷിപ്പിന്റെ എല്ലാ 360 ഡിഗ്രി പെർഫോമൻസ് ആണ് അളക്കുക. വെദർ ഇറ്റ് ഇസ് പെർഫോമൻസ്, ദി systems and processes, customer delight, customer satisfaction plays a very important role. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. അപ്പൊ ഇതെല്ലാം അസസ് ചെയ്തിട്ടാണ് മാരുതി സുസുക്കി അസസ്മെന്റ് നടത്തുക എല്ലാ വർഷം പുതിയ നോംസ് ആണ് ലോഞ്ച് ചെയ്യുക, പുതിയ ടാർഗറ്റ്സ് വരും. എ മോട്ടോഴ്സ് കഴിഞ്ഞ 12 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇൻ എ റോ വി ആർ എ പ്ലാറ്റിനം ബാങ്ക് ഡീലർ, റോയൽ പ്ലാറ്റിനം ഡീലർ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും പ്രൈഡ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നുന്നത്. കാരണം അത് ഇറ്റ്സ് നോട്ട് ഈസി. വളരെ സെലക്ടഡ് അപൂർവം ഡീലേഴ്സിനാണ് ഇങ്ങനെ ഒന്നാമത് റോയൽ പ്ലാറ്റിനം ആവാൻ തന്നെ പറ്റുള്ളൂ. കാരണം 1000 പോയിന്റ്സിൽ മിനിമം 900 പോയിന്റ്സ് അസസ്മെന്റിൽ നമുക്ക് കിട്ടിയാൽ മാത്രമാണ് റോയൽ പ്ലാറ്റിനം ആവാൻ പറ്റുള്ളൂ. അത് തുടർച്ചയായിട്ടും 12 years ഇൻ എ റോ വി ആർ കീപ്പിംഗ് ഇറ്റ്. സോ ഇറ്റ് ഷോസ് ദി കൺസിസ്റ്റൻസി, ഇറ്റ് ഷോസ് അവർ കമ്മിറ്റ്മെന്റ് to the customers who are buying cars from us. So അതൊരു വലിയ റെക്കഗ്നിഷൻ ആയിട്ടാണ് ഞാൻ ആസ് എ ചീഫ് ജനറൽ മാനേജർ ഓഫ് എ മോട്ടോഴ്സ് എനിക്ക്
തോന്നുന്നത്. സാറിന്റെ ഇത്രയും വർഷത്തെ നാവി ലൈഫായാലും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ലൈഫായാലും സാറിനെ സ്വാധീനിച്ച ഇൻസ്പയർ ചെയ്ത വ്യക്തികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? Rajesh, there are so many people whom I draw inspiration from. കാരണം എനിക്കൊരു സിംഗിൾ വ്യക്തിയല്ല, കാരണം ഐ ബിലീവ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഇസ് യൂണിക്. എല്ലാ ഇൻഡിവിജ്വലിനും അവരുടെ കഴിവുകളുണ്ട്. സോ യു ക്യാൻ ലേൺ ഫ്രം എവറി വൺ അറൗണ്ട് യു. ഓക്കെ, if I can start from AM Motors, my biggest inspiration is probably my own CEO, Mr. Nihas, who is much younger to me in age, but he continuously inspires me. A wonderful personality is. വളരെ യങ് ഏജിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു. യങ് ഓണ്ടർപ്രണർ അവാർഡ് കിട്ടിയ ആളാണ് ഫ്രം മാരുതി സുസുക്കി. ആൻഡ് AM Motors the way he involves, the way he dedicates is something exemplary. അതിന്റെ റിസൾട്ടാണ് ലൈക്ക് we have grown so much as an organization, and Maruti Suzuki could gain so much market share in northern Kerala. So complete dedication. One of the person who inspires me a lot. Other people around us, you, Rajesh Babu, you are a great inspiration for me. I have known you for a long time. You have been in the industry for such a long time. Rajesh Babu's growth is something awesome. എനിക്ക് ഭയങ്കര അഡ്മറബിൾ ആയിട്ട് തോന്നാറുണ്ട്. കാരണം റൈറ്റ് ഫ്രം ഒരു സെയിൽസ് ഓഫീസർ ലെവലിൽ തുടങ്ങിയിട്ട് ഓരോ പടിയായിട്ട് കയറിയിട്ട് യു ഹാവ് വർക്ക്ഡ് ആസ് എ ജനറൽ മാനേജർ ഓഫ് എ പ്രോമിനന്റ് ഡീലർഷിപ്പ്. അപ്പോൾ അതൊരു ഇൻസ്പയറിംഗ് കാര്യമാണ്. കാരണം യു ഹാവ് ഷോൺ വാട്ട് ഇസ് പോസിബിൾ എന്നുള്ളത്, ഒരു ഹ്യൂമൻ എൻഡേവറിന് എന്താണ് പോസിബിൾ എന്നുള്ളത് വളരെ ക്ലിയർലി ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് കാര്യം. സോ യു ആർ ഓൾസോ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ മീ. എൻ്റെ ഫാമിലിയിൽ ലൈക്ക് ആസ് യു റൈറ്റ്ലി നോ, ഒരു ഓട്ടോമൊബൈൽ സെയിൽസിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം, ഒരുപാട് എഫേർട്ട് സ്പെൻഡ് ചെയ്യണം. സോ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദി സപ്പോർട്ട് ഫ്രോം യുവർ ഫാമിലി, യു കനോട്ട് പെർഫോം ലൈക്ക് ദിസ്. എൻ്റെ വൈഫ് ഷീജ, she gives me all the support, everything. She handles my entire house. She is a teacher herself. അവളുടെ വർക്കിന്റെ പുറമെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് ഐ ക്യാൻ ഡെഡിക്കേറ്റ് മൈസെൽഫ്. സോ ഷീ ഈസ് എ ബിഗ് ഇൻസ്പിറേഷൻ ഫോർ മീ. ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരുപാട് പേഴ്സണാലിറ്റീസ് ഉണ്ട്. മിസ്റ്റർ PD സെബാസ്റ്റ്യൻ, ചീഫ് ജനറൽ മാനേജർ ഓഫ് ഇൻഡസ് മോട്ടോഴ്സ്, അദ്ദേഹം ഹീസ് വൺ പേഴ്സൺ ഹു നെവർ ബിക്കംസ് ഓൾഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളെ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടേജിയസ്. സച്ച് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ് ഈസ്. സോ ഈസ് ഗോട്ട് എ വെരി ഗുഡ് ക്ലാരിറ്റി ഓഫ് തോട്ട്. വളരെ ക്ലിയർ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ആൻഡ് ഈസ് എ പേഴ്സൺ ഹു ഈസ് കേപ്പബിൾ ഓഫ് ഗൈഡിങ് ഹിസ് ടീം സോ വെൽ. So many people around us who inspire us. So it's not one single person whom I look up to for inspiration. I actually get my inspiration from everyone around me. So as I said earlier, I am a continuous learner, and I will continue to do so. സാർ ഈ ഓട്ടോമൊബൈൽ ലൈഫിൽ വളരെയധികം ഒരു സീനിയർ മോസ്റ്റ് പൊസിഷനാണല്ലോ സാർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാർ പ്രഷേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നതും, അതുപോലെ സാർ എന്തെങ്കിലും ഹോബീസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ? രാജേഷ് ചോദിച്ചത് റെലവന്റ് ചോദ്യമാണെങ്കിലും എനിക്ക് ഈ ഒരു പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ കോൺസെപ്റ്റിനോട് ഒരു അപ്രോച്ച് ഡിഫറെന്റ് ആണ്. ഐ ബിലീവ് ദാറ്റ് യു ആർ സ്ട്രെസ്ഡ് ഇഫ് യു ഡോണ്ട് എൻജോയ് യുവർ ജോബ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ഐ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ പാഷനേറ്റ്ലി എൻജോയ്സ് പ്ലേയിങ് ക്രിക്കറ്റ്. അതുകൊണ്ടാണ് എത്രയും വലിയ ടാസ്ക് ആണെങ്കിലും എത്ര ക്രൂഷ്യൽ മാച്ചസ് ആണെങ്കിലും അദ്ദേഹത്തിന് അതൊരു പ്രഷർ അല്ല, ബിക്കോസ് ഹീസ് പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. അപ്പൊ എവിടെയാണോ നമ്മുടെ പാഷൻ എൻഡ് ചെയ്യുന്നത് അവിടെയാണ് സ്ട്രെസ് ബിഗിൻ ചെയ്യുക. സോ ആസ് ലോങ് ആസ് ഐ എം ഏബിൾ ടു എൻജോയ് ഡൂയിങ് വാട്ട് ഐ എം ഡൂയിങ്, താങ്ക്സ് ടു ദി സപ്പോർട്ട് സിസ്റ്റംസ് ദാറ്റ് ഐ ഹാവ്, എന്റെ ടീമിന്റെ സപ്പോർട്ട്, എന്റെ മാനേജ്മെന്റിന്റെ സപ്പോർട്ട്, എന്റെ ഫാമിലിയുടെ സപ്പോർട്ട്, ആസ് ലോങ് ആസ് ഐ ഗെറ്റ് ദാറ്റ് ഐ ക്യാൻ ഹാൻഡിൽ എനി പ്രഷർ. പിന്നെ ഞാനിത് കണ്ടിന്യൂസ് ലേണർ എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡോടെ ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്ട്രെസ് വിൽ നോട്ട് പ്ലേ എ മേജർ പ്രോബ്ലം. പിന്നെ another challenge that a person can have, people like me, is that age can be a problem. Like ഞാനിപ്പോ ഒരു 55 years age ആയി. So at this age probably if I am not keeping fit, it can affect my work. പക്ഷെ ഞാനൊരു വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു
ഫിറ്റ്നസ് റെജിം ഫോളോ ചെയ്യാറുണ്ട്. സോ ഐ ഡു മൈ എവറി ഡേ ജോഗിങ്, ഐ ഡോണ്ട് മിസ് എനി ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കൊണ്ട് തന്നെ അത് മെന്റലി ഓൾസോ യു ആർ ബേസിക്കലി റിഫ്രഷ്ഡ്. ദിസ് ഇസ് പ്രോബബ്ലി എ മെസ്സേജ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഗിവ് ടു അതേഴ്സ് ഓൾസോ. കാരണം നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് മെന്റൽ സ്ട്രെസ് ഉണ്ടാവില്ല. അതെനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ വി ഡോണ്ട് മോസ്റ്റ് ഓഫ് us ഡോണ്ട് ഗെറ്റ് ഇനഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പൊ അതിന് നമ്മളൊരു സമയം മാറ്റി വെച്ചിട്ട് അതിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ വേണം. പ്രത്യേകിച്ചും വെൻ യു ആർ ബിയോണ്ട് എ സർട്ടൻ ഏജ്, ഒരു 35+ ആകുമ്പോൾ വി ഹാവ് ടു ഡു റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി. സോ ദാറ്റ് ഈസ് വാട്ട് ഐ നീഡ് ടു ടെൽ. ആൻഡ് റിഗാർഡിംഗ് ഹോബീസ്, ഐ യൂസ് ടു ഡ്രോ. ഞാൻ സ്കെച്ചിങ് ചെയ്യാറുണ്ട്. ഹ്യൂമൻ ഫിസിയോളജി ഐ കുഡ് ഡ്രോ വെരി വെൽ. പക്ഷെ ഓഫ് ലൈറ്റ് എനിക്ക് മറ്റുള്ള പ്രൊഫഷന്റെ തിരക്കോ കാരണം എനിക്ക് വല്ലാതെ പെർസ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഐ റീഡ് എ ലോട്ട്. ഇന്നതെന്നില്ല, എനി കണ്ടന്റ് ഞാൻ ഒരുപാട് റീഡ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്യാറുണ്ട്. സോ ഐ കണ്ടിന്യൂസ്ലി ട്രൈ ടു ഇംപ്രൂവ് മൈ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ റിട്ടൺ ഇംഗ്ലീഷ്, എസ്പെഷ്യലി റിട്ടൺ ഇംഗ്ലീഷ്. അപ്പൊ അതിനൊക്കെ ഞാൻ ഒരുപാട് റീഡ് ചെയ്യാറുണ്ട്. അപ്പം റീഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഇൻഫർമേഷൻ ഐ ഗെറ്റ്, ബട്ട് ഇറ്റ്സ് ഓൾസോ അബൌട്ട് ഹൗ ടു communicate something in English language. അതും കൂടി ഞാൻ അന്ന് പഠിക്കാറുണ്ട്. സോ റീഡിംഗ് ഈസ് വൺ പാഷൻ വിച്ച് ഐ ആം സ്റ്റിൽ കണ്ടിന്യൂയിങ്. സാറിന്റെ 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, അത് നാവി ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മേഖലയിലായിക്കോട്ടെ. അപ്പൊ ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക്, നമ്മുടെ പുതിയ ജനറേഷൻ, അപ്പോൾ അവരോട് സാറിന് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? രാജേഷ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ രാജേഷിനും ഒരുപാട് പരിചയമുണ്ടല്ലോ. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് സ്കോപ്പ് ഫോർ എ കരിയർ. നമ്മളിപ്പം ഇത്രയും വെഹിക്കിൾസ് നിരത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിലും നമ്മളൊരു കാർ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 1000 പേർക്ക് only around 30 to 35 cars ഒക്കെ ഉണ്ടാവുള്ളൂ ആസ് പെർ ദി സ്റ്റാറ്റിസ്റ്റിക്സ്. സോ 30-35 cars per 1000 people. അത് ഈവൻ ഇൻ എ കൺട്രി ലൈക്ക് ചൈന ഇറ്റ്സ് മോർ ദൻ 200-250 പേർക്ക് കാർ ഉണ്ടാവും ഔട്ട് ഓഫ് 1000. വെൻ യു ലുക്ക് അറ്റ് ദി ഡെവലപ്ഡ് കൺട്രീസ്, ഇപ്പം US അല്ലെങ്കിൽ UK ലൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആസ് ഹൈ ആസ് 800-850-900 cars per 1000. അപ്പൊ നമ്മൾ ഈ ഒരു 30-40 ലെവലിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് വേ അഹെഡ് ഫോർ us. There is so much to happen in this industry. മാത്രമല്ല ഇനി പുതിയ ടെക്നോളജീസ് വരണം. ഇപ്പൊ നമ്മളെ പെട്രോൾ ആൻഡ് ഡീസൽ കാർസ്, ഈ ഇന്റർണൽ കമ്പഷൻ എൻജിൻസ് എന്ന് നമ്മളൊരു ട്രാൻസിഷൻ വരാൻ പോവാണ് ടു ഇലക്ട്രിക് വെഹിക്കിൾസ്. ദർ ഇസ് എ ലോട്ട് ഓഫ് ട്രസ്റ്റ് ഫ്രം ദി ഗവൺമെന്റ് ആൻഡ് ദി കാർ മാനുഫാക്ചറേഴ്സ് ടുവേർഡ്സ് ദാറ്റ്. മാരുതി സുസുക്കിയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ആസ് യു റൈറ്റ്ലി നോ, നമുക്ക് CNG ആസ് എ ഫ്യൂൽ വിച്ച് ഇസ് എ വെരി എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ഫ്യൂലാണ്. നമുക്ക് എമിഷൻസ് കുറവാണ് ആൻഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസും വളരെ കുറവാണ്. മാരുതി സുസുക്കിയിൽ ഒട്ടുമിക്ക എല്ലാ മോഡലിലും CNG വേരിയൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സെല്ലിംഗ് വെരി വെൽ ഇൻ ദി കൺട്രി വെറെവർ ദർ ഇസ് CNG ഫ്യൂൽ അവൈലബിൾ. ഇപ്പൊ കേരളത്തിലും അതേപോലെ CNG ഔട്ട്ലെറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് ആകുമ്പോഴേക്കന്നെ ഐ എം ഷുവർ ദാറ്റ് ഐ ഹേർഡ് ദാറ്റ് so many CNG outlets will be coming in Kerala also. So ഇവിടെയും അതേപോലെ CNG വെഹിക്കിൾസിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ആൻഡ് ഗോയിങ് അഹെഡ് ഒരു ഹൈബ്രിഡ് വെഹിക്കിൾസോ അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു വിപ്ലവം വരാനിരിക്കുന്നേ ഉള്ളൂ. സോ ദർ ഇസ് സോ മച്ച് വെയിറ്റിംഗ് ടു ഹാപ്പൻ ഇൻ ദിസ് ഇൻഡസ്ട്രി. മാത്രമല്ല ദർ ഇസ് എ ലോട്ട് ഓഫ് സപ്പോർട്ട്, ദർ ഇസ് എ ലോട്ട് ഓഫ് ട്രസ്റ്റ് ഫ്രം ദി ഗവൺമെന്റ് on improving our infrastructure. നമ്മുടെ റോഡ്സ് ആണെങ്കിലും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിലൂടെ ഇൻഡസ്ട്രിയലൈസേഷൻ. സോ ഓൾ ദീസ് തിങ്സ് ആർ സെറ്റ് ടു ഇംപ്രൂവ് ഡ്രാസ്റ്റിക്കലി ഇൻ ഇന്ത്യ. ഇന്ത്യ വളരെ ഒരു ഹൈ ലെവലിലേക്കാണ് നമ്മളെ ഇൻഫ്രാസ്ട്രക്ചറും ഇൻഡസ്ട്രീസിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ദി ജോബ്സ് വിൽ ബി ക്രിയേറ്റഡ്, ലോട്ട് ഓഫ് ജോബ്സ് വിൽ ബി ക്രിയേറ്റഡ്. പീപ്പിൾ ഹു ആർ ഏബിൾ ടു സ്പെൻഡ് വിൽ ഇൻക്രീസ് ട്രെമെൻഡസ്ലി. നമുക്കൊരു ഡെമോഗ്രാഫിക് ഡിപെൻഡന്റുള്ള ഇന്ത്യയിലെ ഭൂരിപക്ഷം ഡെമോഗ്രാഫിക് യങ് ആണ്. വി ആർ യങ് ഫോഴ്സ്. അപ്പൊ അതൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട് ഇന്ത്യക്ക്. സോ ദീസ് ആർ ദി പീപ്പിൾ ഹു ആർ ഗോയിങ് ടു ബി വെരി പ്രൊഡക്റ്റീവ് ഇൻ ദി നിയർ ഫ്യൂച്ചർ ആൻഡ് ദേ വിൽ ഓൾ ഓൺ എ കാർ. ആൻഡ് മൊബിലിറ്റി, ആസ് യു റൈറ്റ്ലി നോ, ഈസ് എ ബേസിക് നെസസിറ്റി ഓഫ് ഹ്യൂമൻസ്.
അപ്പോൾ ഇതിൽ സ്കോപ്പ് ഇറ്റ്സ് അൺലിമിറ്റഡ്. അപ്പൊ എനിക്ക് യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, ദിസ് ഈസ് വൺ കരിയർ ദാറ്റ് ദേ ക്യാൻ ചൂസ് വിതൗട്ട് എനി ഫിയർ. ആൻഡ് ആസ് ലോങ് ആസ് ദേ ക്യാൻ ലേൺ ആൻഡ് ഡെഡിക്കേറ്റ് ദംസെൽസ് ടു ഓട്ടോമൊബൈൽ, അവർക്ക് എന്തായാലും നല്ലൊരു കരിയർ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ളതിലൊരു സംശയമില്ല ഓട്ടോമൊബൈൽ. സോ ദാറ്റ് ഇസ് മൈ അഡ്വൈസ് ടു ദി യങ്സ്റ്റേഴ്സ്. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഓട്ടോമൊബൈൽ രംഗം എന്ന് പറയുന്നത് ഇറ്റ്സ് ലാർജ്ലി കസ്റ്റമർ സെൻട്രിക്. നമ്മൾ കസ്റ്റമറെ അഭിപ്രായമാണ് നമ്മൾ ആസ് എ ഇൻഡിവിജ്വൽ നമ്മളെ കരിയറിനെ നിശ്ചയിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ലൈക്ക് ഡീലർഷിപ്പ് അല്ലെങ്കിൽ മാനുഫാക്ചറർ ലൈക്ക് മാരുതി സുസുക്കി, ഇതിന്റെയൊക്കെ ഫ്യൂച്ചറിനെ നിശ്ചയിക്കുന്നത് കസ്റ്റമറുടെ അഭിപ്രായമാണ്. So it's very important that you build when you start working in this field, you have to build a reputation through consistent customer friendly activities that you do. നമ്മൾ കസ്റ്റമേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ കസ്റ്റമേഴ്സിന് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്നു അത്രയും നമ്മളെ റെഫറൻസസ് കൂടും, നമ്മളെ വേർഡ് ഓഫ് മൗത്ത് ബെറ്റർ ആവും, ആൻഡ് യു ഗെറ്റ് മോർ ആൻഡ് മോർ ലീഡ്സ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു ഡെവലപ്പ് യുവർ കരിയർ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഓൾവേസ് ലേൺ, improve your knowledge, and always have a very good customer rapport and build upon it. So that is what I want to advise the youngsters in Kerala and in this country. ഏതായാലും ഇവാസിക്സിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് വരാൻ, അതുപോലെ നമ്മുടെ പ്രേക്ഷകരോട് ഇത്ര സമയം സ്പെൻഡ് ചെയ്യാൻ സാറ് കാണിച്ചതിന് വളരെയധികം നന്ദി. അതുപോലെ സാറിന്റെ എല്ലാ ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസും സാറിന്റെ ഫാമിലി ലൈഫിനും പേഴ്സണൽ ലൈഫിനും ഞാൻ എല്ലാവരും ആശംസകളും നേരുന്നു സർ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ രാജേഷ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ പ്രിവിലേജ് ആൻഡ് ഓണർ ഫോർ മീ ടു ബി പാർട്ട് ഓഫ് ദി ഷോ. ആൻഡ് ഇവാസിക്സിന് എൻ്റെ എല്ലാ വിഷസും ബെസ്റ്റ് വിഷസ് ഞാൻ അറിയുന്നു. ഐ എം ഷുവർ രാജേഷിന്റെ മാരുതി സുസുക്കിയിൽ ഉണ്ടായിരുന്ന ഒരു കരിയർ പ്രോഗ്രഷൻ അതിനേക്കാളും ഉജ്ജ്വലമായിട്ടുള്ളൊരു കരിയർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു സംരംഭമാവട്ടെ ഇവാസിക്സ് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു യു ആൻഡ് ഇവാസിക്സ് ടീം.